അങ്ങനെ നമ്മുടെ പുതിയ യാത്ര തുടക്കം ആരംഭിച്ചിരിക്കുകയാണ്. റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്, ഇറങ്ങുകയാണ്. ആദ്യത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് റായ്പൂരിക്കാണ്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ യാത്രയിൽ കാണാം. അങ്ങനെ നമ്മൾ മനസ്സില്ലാ മനസ്സോടെ റൂമിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. യാത്ര മുഖ്യം പികില് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭാര്യയോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി റൂമിൽ നിന്ന്. പണ്ടത്തെ ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം, എല്ലാ പാടത്തും മറ്റും മൊത്തം വെള്ളമാണ് മഴ കാരണം. ഞാൻ പറഞ്ഞല്ലോ നല്ല മഴയാണെന്ന്. മൊത്തം വെള്ളമാണ് പാടത്തെല്ലാം. പിന്നെ കൃഷിയെല്ലാം മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് വെള്ളത്തിലും ആയിട്ടുണ്ട്. കണ്ടില്ലേ, മൊത്തം വെള്ളമാണ് കേട്ടോ വഴിയിൽ മൊത്തം. പിന്നെ അവർ ചെയ്തതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിങ്ങനെ എന്താ പറയുക, സ്റ്റെപ്പ് ആയിട്ടാണ് ഇവരുടെ കൃഷി രീതി ചെയ്യുന്നത്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ യാത്രയെല്ലാം എൻജോയ് ചെയ്ത് ഇങ്ങനെ ബസ്സിൽ പോവുകയാണ്. ബസ്സിൽ അധികം തിരക്കൊന്നുമില്ല, എന്നാലും പാട്ടും പാടി ഇങ്ങനെ ഇരിക്കുകയാണ്. പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ പാടം എല്ലാം ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണാൻ നിൽക്കുക, ഇതെല്ലാം പ്ലെയിനായി കിടന്നിരുന്ന സ്ഥലമാണ്. അതാണ് ഇപ്പോൾ ഇങ്ങനെ നല്ലൊരു നെൽപ്പാടമായിട്ട് കാണുന്നത്. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ വ്യത്യസ്ത തരം ഭൂപ്രകൃതി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ചില സ്ഥലങ്ങളിൽ പാടം, ചില സ്ഥലങ്ങളിൽ എന്താ പറയുക ഒരു കാട് പിടിച്ചൊരു ഏരിയ, ചില സ്ഥലത്ത് കശുമാവ് തോപ്പ്, അങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഇങ്ങനെ എന്താ പറയുക പല വ്യത്യസ്ത ഈ എന്താ പറയുക ഭൂപ്രകൃതിയുടെ ലെവലനുസരിച്ചിട്ടാണ് ഇവരതിനനുസരിച്ച് കൃഷി ഇറക്കുന്നത്. നമ്മളങ്ങനെ വില്ലേജ് ഏരിയയിൽ നിന്ന് സിറ്റി ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ്. കർപ്പാവണ്ടിൽ നിന്ന് ജഗദൽപൂരിലേക്കാണ് ആദ്യം പോകുന്നത്. ജഗദൽപൂരിൽ നിന്നാണ് നമുക്ക് ബസ് കിട്ടുന്നത്. അപ്പോൾ അതൊരു സിറ്റി ഏരിയയാണ്. സിറ്റി ഏരിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്ക് പിടിച്ച റോഡുകളാണ്. അത്യാവശ്യം വാഹനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ വില്ലേജ് ഏരിയ പോലെയല്ല, നല്ല ബഹളവും അത്യാവശ്യം വാഹന തിരക്കുകളും എല്ലാം ഉണ്ട്. ട്രാഫിക് സിഗ്നലും NH30 ആണ് ഇത് വരുന്നത്. അതുവഴിയാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. അത്യാവശ്യം ഇന്ന് മാർക്കറ്റ് ഡേ ആയതുകൊണ്ട് അത്യാവശ്യം മാർക്കറ്റ് ഓപ്പണാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സിറ്റി ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഒരുവിധം മിക്ക ദിവസങ്ങളിലും മാർക്കറ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ വില്ലേജ് ഏരിയയിലാണ് വ്യാഴാഴ്ചയായിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിലെത്തി. വളരെ പെട്ടെന്ന് തന്നെയാണ് വീഡിയോ എടുത്തത്, കാരണം അധികം വീഡിയോ എടുക്കാനൊന്നും നേരം കിട്ടിയില്ല. അങ്ങനെ റായ്പൂരിക്ക് തിരിക്കുകയാണ്. ബസ് ഒരു ഏകദേശം ഒരു 4 മണി 5 മണിയോട് കൂടിയിട്ടാണ് കിട്ടിയത്. അങ്ങനെ റായ്പൂരിക്ക് തിരിച്ചു. എന്തായാലും റായ്പൂർ എത്തുമ്പോൾ പുലർച്ചെയായിരിക്കും. എന്നാലും സമയമൊന്നും അറിയില്ല. ഫോണിൽ ചാർജ് കുറവാണ്, ബസ്സിൽ അതിനുള്ള സംവിധാനമില്ല. അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഒരു ചുരം കണ്ടത്. നേരം ഇരുട്ടി തുടങ്ങി. അതുകൊണ്ട് തന്നെ കറക്റ്റായി ക്യാമറയിൽ ആ വീഡിയോ പകർത്താനായിട്ട് പറ്റിയില്ല. എന്നാലും പരമാവധി പകർത്തുവാനായിട്ട് ശ്രമിച്ചു. വീഡിയോയിൽ ആ നൈസ് ചുരം, നമ്മുടെ വയനാട് ചുരം പോലത്തെ നൈസ് ചുരമാണത്. അത് പരമാവധി പകർത്താനായിട്ട് ശ്രമിച്ചു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എത്തി. നല്ല മഴയാണ് ഇവിടെ കട്ട പോസ്റ്റാണ്. 12 മണി 1 മണിയായി ഞാൻ എത്തുമ്പോൾ. ഇന്ന് രാത്രി 11 മണിക്കാണ് ട്രെയിൻ. സ്റ്റേ ട്യൂൺഡ് വിത്ത് മല്ലു ട്രാവലിംഗ്.